ഗൈസ് അപ്പോൾ ഇപ്പൊ ഞാൻ കോട്ടയത്താണ്. അപ്പോൾ കോട്ടയത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ മഴയൊക്കെ പെയ്ത് ഫുള്ള് വെള്ളമായിട്ട് കിടക്കുന്നു. വെള്ളമുണ്ട് കാണിച്ചു വെള്ളം പുറയിലായിട്ടുണ്ട്. അമ്മാവനെ കണ്ടു. ഇവിടെ എല്ലാം ഫുള്ള് വെള്ളമാണ്. അപ്പോ നമ്മളിപ്പോ കടവിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. കടവിലോട്ട് പോയിട്ട് നമുക്ക് കടവിലെത്തിയിട്ട് എന്താടോ അപ്പോ നേരെ കടവിൽ പോയിട്ട് കാണാം. അപ്പൊ വേണ്ടേ കോട്ടയത്തെ വെള്ളം കാണിച്ചു തരാം കേട്ടോ. ആണ്ട് ഇവൻ കോട്ടയത്തുണ്ടായിരുന്നു. വംശനാശം സംഭവിച്ചു വന്നു ആദ്യം കേരളത്തിൽ. അപ്പൊ കടവിലെത്തിയിട്ട് നമുക്ക് കാണാം. അവിടെ കുളിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? കുളിക്കാൻ ഒക്കെ പറ്റും. അപ്പൊ കൊല്ലത്തുനിന്ന് കോട്ടയത്ത് വന്നതാണ് ഞാൻ. കടവ് കാണാൻ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇനി ഇവിടെ കടവുണ്ടെന്ന് പറയുന്നത് കടവ് പോയി പറയണം അല്ലേ? അതെ. അപ്പൊ കടവിലെത്തിയിട്ടാണ് ഗൈസ്. അപ്പൊ ഇവിടുത്തെ കടവിലോട്ട് പോകാനുള്ള വഴിയാണ് വേണ്ട ഈ കാണുന്നത് കേട്ടോ. ഫുൾ നേച്ചർ, പ്രകൃതി രമണീയായ ഫുൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ. ഐഫോണിൽ കാണുന്നുണ്ടോ? രക്ഷയില്ലാത്ത വ്യൂ ആണ്. ചെറിയ മഴ ഉണ്ടല്ലോ. കൈലാസ്, എന്താണ് നിനക്ക് പറയാനുള്ളത്? പറയാനൊന്നുമില്ല. എന്തുകൊണ്ട് കേരളം വളരും, അത് ആര് വിചാരിച്ചാലും തടയാം. അപ്പൊ ഫൈനലി താണ്ടി കടവിൽ എത്തി അല്ലേ? കടലല്ല തോടാ. Yes guys, we reach കടവ്. അല്ല പിന്നെ ഇംഗ്ലീഷ് ഇങ്ങോട്ടൊക്കെ ചാടാൻ പറയണോ? പിള്ളേരൊക്കെ ചാടും കേട്ടോ. ചാടാ ആ എന്നാ അവൻ ചാട്. ഓ അടുത്ത നെക്സ്റ്റ്. അവൻ ചാടത്തില്ല, അവന് പേടില്ല. കൈലാസെന്നാണ് ഇതുപോലെയൊക്കെ ചാടുന്നത്. ഈ കമ്പനിയിലെ മെയിൻ പക്ഷെ ഈ കടവിന്റെ അടുത്ത വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ചേട്ടാ. പിന്നെ സത്യം അതുകൊണ്ട് അവിടെ മൊത്തം വലയിട്ട് വെച്ചിരിക്കുക മീൻ പിടിക്കാൻ വേണ്ടി. ഫുള്ള് അതുകൊണ്ട് ഇതുപോലത്തെ കുറെ വലകൾ, അതുപോലത്തെ കുറെ വലകൾ ഉണ്ടല്ലോ അവിടെ ഉണ്ട്. അവിടെ ഇത് നല്ല അല്ല മീനെ കിട്ടും. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഇവിടുത്തെ ആ ഒരു എന്താ പറയുക, ആ കടവിലെ വെള്ളം നേരെ കണ്ട ഈ ഒരു സൈഡിലേക്കും വരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അതെ, കിട്ടില്ല വ്യൂ കേട്ടോ. ഈ മഴ ടൈമത്ത് പുള്ളെല്ലാം വന്ന് കിടന്ന് അറമാദിക്കുവാണ് ഇവിടുത്തെ കടവിൽ കടന്ന്. സത്യം പറഞ്ഞാൽ അടിപൊളി സീൻ. നമ്മുടെ അവിടെ നിന്ന് ഇത്രയും നല്ലൊരു വ്യൂ ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുരുക്കം അല്ലേ, ചുരുക്കം ചില സ്പോട്ടുകളേ ഉള്ളൂ. ഈ വ്ളോഗ് ഇട്ടതെന്ന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിൽ വന്നോണ്ടല്ലേ അത്. ഇനി കുറച്ച് നീ പിടിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യലോ ഇങ്ങനല്ലേ. ആ പിടിച്ച് കുറച്ച് സമയത്തൊക്കെ ഞാനാട്ടോ. ഇവൻ പറഞ്ഞ തന്നെയുള്ളൂ എനിക്കും പറയാനുള്ളൂ. അതെ, പിടിച്ചു കാണിക്കുന്ന ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. കണ്ടാ ഇവിടെ എല്ലാം ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതാ നമ്മള് മുമ്പ് ഷോർട്ട് ഫിലിം എടുത്ത സ്ഥലം. ഇവിടെ ചുമ്മാ ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്പോട്ടിലൊക്കെ. കിട്ടില്ലമായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫിലിം റീലൊക്കെ എടുക്കാൻ പറ്റിയ കിടില സ്പോട്ട്. ഈ ഹിഡൻ സ്പോട്ട് അല്ലേടാ? ആ ഹിഡൻ സ്പോട്ടാ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഏതോ ഒരുത്തൻ ഇത്തിക്കണ്ണിത്തരം കാണിച്ച് പണിഞ്ഞിട്ട സ്ഥലമാണ്. പക്ഷെ അവനോ ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഗുണമാണ് കേട്ടോ. പിന്നെ ഇതിനോട് ഇത് പണ്ട് ഞങ്ങളുടെ വീടായിരുന്നു കേട്ടോ. ഇത് പണ്ട് ഞങ്ങളുടെ വീടായിരുന്നു. പിന്നെ ഇവരൊക്കെ വാങ്ങിച്ച് പിന്നെ അത് അങ്ങോട്ട് മാറ്റിയെടുത്തേ, ഇത് ഇമ്മാതിരി ആക്കി വെച്ചേ. അതിലും ഭേദം പഴയ പോലെ തറവാടായിട്ട് കിടക്കുന്നത്. അങ്ങോട്ടുള്ള വെള്ളം ഭയങ്കര ശോകം. ഇവിടെ നമുക്കൊരു ഇവിടെ നിന്ന് ചെറിയ റീലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. ചെറിയൊരു റീൽസ് അല്ലേ, റീൽസ് പ്ലാൻ ചെയ്യണം. അല്ല അവൻ അങ്ങോട്ട് പോടാ, അവൻ അറിയാത്ത സ്ഥലം പോലെ അവൻ ഇറങ്ങിയ പോകുന്നത്. അവിടെ ഒരു ഫൗണ്ടേഷൻ പൊക്കി ഇട്ടേക്കുന്നത്, അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അതിനകത്ത് ഇറങ്ങി ചാടാൻ പോകുന്നത്. പിന്നെ റീലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ചാനലിൽ കാണാൻ മറക്കില്ല. ഓൾവേസ് റഹ്മാൻ. അതെ, അവന്റെയും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഓൾവേസ് റഹ്മാൻ. ഇൻസ്റ്റയിലും
ഇത് കുറച്ച് നാളെ ഇത് വ്യൂസ് ഒന്നും കിട്ടിയില്ലാലും അല്ല കുറച്ച് നാൾ കഴിഞ്ഞാൽ കഴിയുമ്പം ഒരു മെമ്മറീസ് ആയിരിക്കും ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ. ഇത് വ്യൂസ് കിട്ടുമെന്നും പറഞ്ഞാൽ ഇരിക്കുന്ന സംഭവമല്ല. അതെ, കൈലാസാണ് സത്യം. സത്യം കേരളം വളഞ്ഞു. ഞങ്ങള് ഓക്കെ. അപ്പൊ ഇനി കടവിൽ ഇറങ്ങുന്ന ക്ലിപ്പൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കാണാം. ഓക്കെ ബൈ. ഗൈസ്, അപ്പൊ കുളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഡ്യൂ ടു സം ടെക്നിക്കൽ. അതെ അതെ, ഡ്യൂ ടു സം ടെക്നിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ട് വീഡിയോ മരിക്കുവായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് മരിച്ചെണീച്ചു. നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു വിട്ടോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇതുപോലത്തെ ഞാൻ പറഞ്ഞ മാറ്റി ഇനിയിപ്പോ ഇതുപോലത്തെ വ്ലോഗുകൾ ഇനിയും വരും, ഇതുപോലത്തെ വ്ലോഗ്സ് ഇനിയും വരും. അപ്പം കൈലാസ് ഇപ്പോഴും വിശ്വസിച്ചേക്കാൻ ഞാനത് ശരിക്കും ആയാണ്. അല്ല അവനൊന്ന് പ്രാങ്ക് ചെയ്ത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഒന്ന് മുങ്ങി മരിക്കാൻ നോക്കിയായിരുന്നു. അത് ഈ പ്രാങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം വിശ്വസിച്ചു. അപ്പം എല്ലാരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഓൾ ഇട്ട് വെക്കണം, ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ എന്നൊരു മെമ്മറീസ് ആയിരിക്കും. അപ്പം ബൈ.